മണ്ണാർക്കാട് കോട്ടോപ്പാടം കച്ചേരിപ്പടി ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി. കച്ചേരിപ്പടി വനമേഖലയിൽ നിന്നും ഇറങ്ങിയ കാട്ടാന പ്രധാന പാതയിലേക്കാണ് എത്തിയത്. റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ ആനയുടെ മുൻപിൽ നിന്നും ഇരുചക്രവാഹന യാത്രികൻ ഇന്നലെ തലനാരിഴയ്ക്കായിരുന്നു രക്ഷപ്പെട്ടത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂരാണ് ചേരുന്നത്. അരുണെ, ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്തൊരു അവസ്ഥയാണല്ലേ, എത്രത്തോളം ഭീതികരമായ അവസ്ഥയാണത്. അതായത് തൊട്ടു മുൻപിൽ കാട്ടാന വരികയാണ്. എന്തു ചെയ്യാൻ? എന്തായാലും തലനാരിഴയ്ക്ക് ആ ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഈ കാട്ടാനയെ നാട് കടത്താനുള്ള എന്തെങ്കിലും നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടോ അരുൺ? വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ശാശ്വതമായ നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പരാതിയായി പറയുന്നത്. ഇന്നലെയാണ് ഇങ്ങനെ ജനവാസ മേഖലയിൽ ഈ മണ്ണാർക്കാട് കോട്ടോപ്പാടം ഭാഗത്തെ കച്ചേരിപ്പടിയിലെ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തിയത്. ആദ്യം ജനവാസ മേഖലയിൽ വിവിധ ഇടങ്ങളിൽ എത്തിയ ആന പിന്നീട് പ്രധാന പാതയിലേക്ക് വരെ എത്തുകയായിരുന്നു. പ്രധാന പാതയിൽ ഈ ആന എത്തിയതോടുകൂടി ആനയുടെ മുന്നിൽ ഒരു ഇരുചക്ര വാഹന യാത്രികൻ പെട്ടു. അയാൾ അത്ഭുതകരമായിട്ടാണ് ആനയുടെ മുന്നിൽ നിന്നും ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. മുമ്പ് പലതവണ വനം വകുപ്പിന് വിവരം അറിയിച്ചിട്ടുണ്ട് ഈ ജനവാസ മേഖലയിൽ ആന എത്തുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ വനം വകുപ്പ് ഇതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. ഈ ആനയെ കാട് കയറ്റി വിടുന്നതിനും വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പരാതിപ്പെടുന്നത്. ഏതായാലും മണ്ണാർക്കാട് കോട്ടോപ്പാടം കച്ചേരിപ്പടിയിലാണ് ഇങ്ങനെ ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയത്. പ്രധാന പാതയിൽ തന്നെ ഏറെ നേരം നിലയുറപ്പിച്ചത്.